ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മറ്റൊരു ബ്രേക്കിംഗ് എല്ലാം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വാർത്തകൾക്ക് ചൂടുപിടിച്ചു തുടങ്ങുകയാണ്. PV അൻവറിനെ പരിഗണിക്കാൻ കോൺഗ്രസ് എന്ന ബ്രേക്കിംഗ് വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. UDF പ്രവേശനം KPCC ചർച്ച ചെയ്യും. PV അൻവർ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. PV അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നാണ് വിലയിരുത്തൽ. PV അൻവറിനെ അനുകൂലിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് K സുധാകരനും നിലപാടെടുത്തേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാണ്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷി. ഇന്നലെ എന്തായാലും VD സതീശൻ മാപ്പ് സ്വീകരിച്ചതോടുകൂടി PV അൻവറും VD സതീശനും തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഇപ്പോൾ മഞ്ഞുരുകലിന്റെ ഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി VD സതീശനൊരു തടസ്സമാവില്ല. പക്ഷേ പ്രശ്നമുള്ളത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് UDFിലേക്ക് കടന്നു വരാൻ കഴിയുമോ? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന, കോൺഗ്രസുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFിലേക്ക് അത്ര വേഗം കടന്നു വരാൻ കഴിയുമോ? എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ PV അൻവറിനെ ഉൾക്കൊള്ളാനാണോ തീരുമാനമെടുത്തിരിക്കുന്നത് റോഷി? ഡോക്ടർ അരുൺകുമാർ, നേരത്തെയുള്ള സമീപനത്തിൽ നിന്നും വലിയ മാറ്റമാണ് ഇന്നലത്തെ PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിലൂടെ ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മുൻ നിലപാടുകൾ തിരുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് MLA പദവി ഒഴിഞ്ഞ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവർ UDFിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ നിലപാട് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നേരത്തെ ഉന്നയിച്ച വലിയ അഴിമതി ആരോപണത്തിന് പിൻവലിച്ച് മാപ്പ് പറയുന്നു. ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നടക്കമുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ PV അൻവറിന്റെ ഭാഗത്ത് വന്നതോടെ UDFിന് അതൊരു പുതിയ രാഷ്ട്രീയ ആയുധമാവുകയും ചെയ്തു. കാരണം സഭാ സമ്മേളനം 17 തുടങ്ങുകയാണ്. സഭാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ ആയുധമാക്കിയുള്ള പോരാട്ടത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് ഇനി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അവിടെ PV അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അപ്പോൾ PV അൻവറിനെ ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യമാണെന്ന വിലയിരുത്തലിലേക്കും എത്തും. അതുകൊണ്ടാണ് KPCCയുടെ അടുത്ത യോഗം PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ച്, PV അൻവറിനെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുക. ഏതായാലും രാഷ്ട്രീയകാര്യ സമിതി നടക്കേണ്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ അത് മാറ്റിവെച്ചതാണ്. 12 നടക്കേണ്ടത്. അടുത്ത ദിവസം തന്നെ 17 18 രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ PV അൻവറിനോടുള്ള സമീപനം അല്ലെങ്കിൽ PV അൻവറിന്റെ UDF പ്രവേശനം ചർച്ചയാകുമെന്നാണ് നേതാക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു റോഷി. അപ്പോൾ എന്തായാലും KPCC അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. പക്ഷേ പ്രശ്നം ദേശീയ തലത്തിൽ മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കണം എന്ന നിലപാട് മമതാ ബാനർജിക്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം മമതാ ബാനർജി അംഗീകരിക്കുന്നതേയില്ല. ആ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നൊരാളെ UDFിൽ എങ്ങനെ ചേർക്കും എന്നുള്ളൊരു പ്രശ്നം പൊളിറ്റിക്കലി കോൺഗ്രസ് അഭിമുഖീകരിക്കും. പക്ഷേ അത് കോൺഗ്രസിലെ നേതാക്കൾ തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. നിലവിൽ മറ്റു നേതാക്കൾ ആരും PV അൻവറിന്റെ വരവിന് വലിയ തടസ്സമായി നിൽക്കുന്നതുമില്ല. ആര്യടൻ ഷൗക്കത്ത് ഉണ്ട് എങ്കിൽ പോലും.